ഞാൻ റീസെന്റ്ലി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വെറൈറ്റി ഒരു വൺ പീസ് കണ്ടന്റ് കണ്ടു. അത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നമ്മുടെ ടിപ്പിക്കൽ നോർമൽ ഹൈപ്പ് കണ്ടന്റ് ആണ്. പക്ഷെ പിന്നെ അതൊരു കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ സംഭവം എന്താണെന്ന് മനസ്സിലായത്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ റീസെന്റ്ലി നമ്മുടെ ഷാങ്ക്സ് കിഡിനെ നമ്മളൊരു അറ്റാക്ക് ചെയ്ത് കിഡിനെ കൊന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ സെയിം ഇതിൽ തന്നെ നമ്മുടെ സോറോ നമ്മുടെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ സോറോയുടെ ഷിപ്പിൽ നമ്മുടെ ലൂഫിയുടെ അല്ലെങ്കിൽ സ്ട്രോ ഹാർട്സിന്റെ ഷിപ്പിൽ സോറോ കുറഞ്ഞപ്പോൾ നമ്മുടെ എൽഡേഴ്സ് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ സോറോ കയറി തടയുന്ന ഒരു സീനുണ്ട്. ഇപ്പോൾ കണ്ടന്റ് സംഭവം വെച്ച് കഴിഞ്ഞാൽ റിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാങ്ക്സിന്റെ അറ്റാക്ക് ആ ഡിവൈൻ ഡിപ്പാർച്ചർ അറ്റാക്ക് കിഡിനെ അറ്റാക്ക് ചെയ്യുന്നത് സോറോനെ ഡിഫെൻഡ് ചെയ്യുന്നത് രണ്ടുപേരും കൂടി ചേർത്തിട്ട് സോറോ ഷാങ്ക്സിന്റെ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നു എന്നൊരു സെറ്റപ്പിലാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കിയത്. കാര്യം പറഞ്ഞാൽ എനിക്ക് സോറോനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുന്നു. ചിലര് ഡിഫെൻഡ് ചെയ്യുന്നത് പറയുന്നത് ഷാങ്ക്സിനെ സോറോ സുഖമായിട്ട് ഇപ്പൊ പിടിച്ചു നിർത്തും. ഷാങ്ക്സിന്റെ ലെവലാണ് സോറോ എന്നൊക്കെയാണ് കമന്റ് സെക്ഷനിൽ കിടക്കുന്നത്. ഇത് കണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇവരൊന്നും യഥാർത്ഥത്തിൽ വൺ പീസ് ഞാൻ കണ്ട വൺ പീസ് അല്ല ഇവര് കാണുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് സംശയം തോന്നിപ്പോയത്. കാരണം നമുക്കത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോറോ ലൂഫിയുടെ റൈറ്റ് ഹാൻഡ്. ഓക്കെ. സോറോയുടെ അറ്റാക്ക് നല്ല പവറുണ്ട്. സോറോയുടെ കയ്യിൽ ഓഡന്റെ ഒരു സോഡുണ്ട്. നമ്മുടെ എൻമ സോഡുണ്ട്. ആ സോഡിന് സോറോ ഫുൾ പവറായ സോഡിന് ഫുൾ പവർ പുറത്തെടുക്കാൻ സോറോയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് 1, 2 പ്രാവശ്യമേ പറ്റുള്ളൂ എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇത് സോറോയ്ക്ക് ഇതുവരെ ആയിട്ടില്ല. അതൊരു കാര്യം. പോട്ടെ. ഈ സോറോയുടെ ഈ എൻമ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഓഡൻ. ഓഡൻ സോറോനെ ഫുള്ളായിട്ട് ക്ലിയറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സീനുണ്ട്. നമ്മുടെ ഓഡൻ ആദ്യമായിട്ട് റോജറിനെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. അപ്പം അന്നേരം ഓഡൻ ചാടി വരുന്നു. റോജർ ഈ സെയിം ഷാങ്ക്സ് യൂസ് ചെയ്ത സെയിം അറ്റാക്ക് ഡിവൈൻ ഡിപ്പാർച്ചർ ഒരൊറ്റ വെട്ടിന് ഓഡൻ അങ്ങ് അടുത്ത ദുനിയാവിലെത്തിയത്. ഓഡൻ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്ത് അവൻ്റെ എൻമയും മറ്റേ സോഡും വെച്ച് അമേന ഹക്കിബിരിയും വെച്ച് രണ്ടും വെച്ചാണ് അവൻ ഡിഫെൻഡ് ചെയ്തത്. എന്നിട്ട് പോലും അവന് ഈ അറ്റാക്ക് നിർത്താൻ പറ്റിയില്ല. ആ സമയത്ത് നമ്മുടെ പ്രൈമിലുള്ള നമ്മുടെ ഗോൾഡ് റോജറും ഇവൻ നമ്മുടെ വൈറ്റ് ബിയോട് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അന്നേരം പോലും ഡിവൈൻ ഡിപ്പാർച്ചർ യൂസ് ചെയ്ത ഒറ്റയ്ക്ക് അടിച്ചു നിന്ന് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലാണ് ആ ഒരു പ്രത്യേക അറ്റാക്ക് റോജറിന്റെ പ്രൈമിലുള്ള സ്ട്രോങ് അറ്റാക്കുകളിൽ ഒരെണ്ണം. പിന്നെ നമുക്കിനി വേറൊരു കമ്പാരിസൺ നടത്താം. റോജറിന്റെ പവർ ലെവൽ നമുക്ക് ഇന്ത്യയിലുണ്ടെന്ന് വേണമെങ്കിൽ പ്രായമായ ഇപ്പോഴത്തെ ഗാർപ്പിന്റെ പവർ ലെവൽ നമ്മളിപ്പോൾ നമ്മുടെ പൈററ്റ് ഐലൻഡിൽ അവൻ ചെന്നപ്പോൾ കണ്ടു. ആ അത് പ്രായമായ ഗാർപ്പിന്റെ പവർ ലെവലാന്ന് നിൽക്കണം. ഈ ഗാർപ്പിന്റെ പ്രൈമിൽ അവനോട് അടിച്ചുകൊണ്ടിരുന്നതാണ് റോജർ. ആ റോജറിന്റെ അറ്റാക്കാണ് ഡിവൈൻ ഡിപ്പാർച്ചർ. ആ സെയിം അറ്റാക്കാണ് ഷാങ്ക്സ് യൂസ് ചെയ്തതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. പോട്ടെ. ഇനിയിപ്പോൾ ഷാങ്ക്സ് അവൻ്റെ അറ്റാക്ക് റോജറിൻ്റെ അത്രയും പവറില്ല ഷാങ്ക്സിൻ്റെ അറ്റാക്ക് എന്ന് നമുക്ക് വിചാരിക്കാം. പോട്ടെ, അത് വേറെ കാര്യം. ഷാങ്ക്സ് നമ്മുടെ വാണാവോയുടെ ഫൈനൽ ആർക്കിൽ ഒരു അഡ്മിറൽ അവിടെ വന്ന് നിന്നിട്ട് അങ്ങ് കാട്ടി നിന്ന് ഷാങ്ക്സ് അവൻ്റെ ഹാക്കിയുടെ പവർ കാരണം അഡ്മിറലിനെ അവിടെ അനക്കാതെ നിർത്തിയെന്ന് ആലോചിക്കണം. നമ്മൾ ഇതുവരെ ഇപ്പോൾ ഇത്രയും നാളും വൺ പീസ് കണ്ടേക്കുന്നതിൽ മാങ്കയല്ല ആനിമേൽ വന്നേക്കുന്നതിൽ ഇത്രയും പവറുള്ള ഒരു ഹാക്കിയുള്ള വേറൊരു ക്യാരക്ടർ ഇതുവരെ കാണിച്ചിട്ടില്ല. കാരണം ഇവൻ ദൂരെ അങ്ങ് ആ വാട്ടർഫോളിന്റെ താഴത്ത് നിന്നിട്ടാണ് മണകുണ്ട എത്താതെ അത്രയും ദൂരത്ത് നിന്നാണ് ഹാക്കി വെച്ച് ഇവനെ പിടിച്ചത്. അതും ടാർഗറ്റ് ചെയ്ത് പിടിച്ചു. അപ്പോൾ ആ ഹാക്കിയുടെ ലെവൽ എന്നാന്ന് നമ്മൾ ആലോചിക്കണം. സിൽവേഴ്സിന് ഇതിലും പവർ കാണിക്കും. കാരണം സിൽവേഴ്സിന്റെ ഫുൾ ഹാക്കിയുടെ ലെവൽ എന്നാന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. പോട്ടെ. കാണിച്ചേക്കുന്നതിൽ ഷാങ്ക്സ് ഇപ്പം കാണിച്ചേക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹാക്കിയുള്ളതിൽ ഒരാളാണ് ഷാങ്ക്സ്. ആ ഹാക്കിയുടെ ലെവലെന്ന് പറയുന്നത് എനിക്ക് സോറോ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സോറോ, ഭാവിയിലെ സോറോ അല്ല. സോറോയുടെ ഫൈനൽ ഫോമിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. കറണ്ട് സോറോ നമ്മുടെ കിങ്ങിനെ കൈഡോയുടെ റൈറ്റ് ഹാൻഡ് ആയ കിങ്ങിന്റെ അടുത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് കിങ്ങിനെ തോൽപ്പിച്ചത് നമുക്കറിയാം. ശരിയാണ്, കൈഡോടെ ഒന്ന് മുറിച്ചു. പക്ഷേ ഇപ്പം പോലും പുള്ളി കൈഡോയുടെ എതിരെ പോയി കഴിഞ്ഞാൽ സോറോനെ അടിച്ച് ഭിത്തിയിൽ ഒട്ടിക്കും കൈഡോ. ഉറപ്പുള്ള കാര്യം. 1v1 സോറോ കൈഡോയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കറണ്ട് സോറോയ്ക്ക് കൈഡോനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ ഇതൊരു സത്യമാണ്. കൈഡോനെ ലൂഫി തോൽപ്പിച്ചത് ലൂഫിയുടെ ഗിയർ 5 വെച്ചാണ് തോൽപ്പിച്ചത്. കാരണം അത്രയ്ക്കും ഓവർ പവേർഡ് 2 സാധനങ്ങളാണ് അത്. ഈ കൈഡോനെ മെറിൻഫോർഡ് പല പ്രാവശ്യവും തോൽപ്പിച്ചിട്ടുള്ളതാണ് ഷാങ്ക്സ്. ഷാങ്ക്സ് കൈഡോയ്ക്കൊപ്പവും വൈറ്റ് ബിയറിന്റെ ഒപ്പവും അടിച്ചേക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ്. പിന്നെ ഇതൊന്നും നോക്കണ്ട.
മാർക്കോ തന്നെ ഷാങ്ക്സിനോട് പറയുന്നുണ്ട്. എനിക്കിനി ഒരു ഗ്രേറ്റ് പൈററ്റിനെയും കൂടെയും ബേബി സിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഒരു സമയത്ത് പറയുന്നു. ഒരു അനിമെ കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു സംഭവം മാർക്കോ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പവർ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ കറന്റ്ലി യോങ്കോസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഷാങ്ക്സ് ആണ്. ഷാങ്ക്സിന്റെ ഒപ്പം ഇപ്പൊ കറന്റ്ലി ഷാങ്ക്സിന്റെ ഒപ്പം ലെവലുള്ള വേറെ ആരേലും ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല. ലൂഫി എന്തായാലും തൽക്കാലം എത്തിയിട്ടില്ല. ലൂഫി തന്നെ പറയുന്നുണ്ട് ലൂഫിക്ക് അവന്റെ ലെവൽ എത്തിയിട്ടില്ല. ലൂഫിക്ക് അവനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ആയിട്ടില്ല. അപ്പോൾ ലൂഫിക്ക് ആവാത്ത സമയത്ത് സോറോ ഡിവൈൻ ഡിപ്പാച്ച് ഒരു നെയിംഡ് അറ്റാക്ക് ഷാങ്ക്സിന്റെ ഒരു നെയിംഡ് അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുമെന്ന് പറയുന്നത് അത് ഒരു ഡിലൂഷനാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് ഇമ്പോസിബിൾ ആണ്. ഡിവൈൻ ഡിപ്പാർച്ചർ ഇപ്പോൾ സോറോയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ സോറോ അത് ഡിഫെൻഡ് ചെയ്യില്ല. സോറോനെ അടിച്ച് സോറോ നമ്മുടെ ഓടം പോയാൽ തന്നെ അതിൻ്റെ ദൂരെ പോയെങ്കിലേ ഉള്ളൂ സോറോ ഡിവൈൻ ഡിപ്പാർച്ചർ ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ. എന്നാലും കുറേ സോറോ ഫാൻ ബോയ്സ് എനിക്ക് ഇവർ ആനിമെ കാണുന്നതിൻ്റെ അകത്ത് പാതി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പാതി കാര്യങ്ങൾ കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത്. ശരിയാണ്, ഭാവിയിൽ ചിലപ്പോൾ സോറോ ഷാങ്ക്സിന് ഡിവൈൻ ഡിപ്പാർച്ചർ ഡിഫെൻഡ് ചെയ്യാനുള്ള ലെവൽ എത്തിക്കണം. പക്ഷെ കറന്റ് എന്തായാലും സോറോനെ കൊണ്ട് പറ്റില്ല. അതാണ് സത്യം. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഏതെങ്കിലും കുറേ സോറോ ഫാൻസ് വന്ന് എന്നെ ഇപ്പോൾ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കും. പക്ഷെ ഇപ്പോൾ അത് വിളിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഉള്ള കാര്യം ഇതാണ്. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഞാൻ അന്ന് അതിൻ്റെ ആ റീലിൻ്റെ അടിയിൽ കമൻറ്റും പോയി ചെയ്ത് കഴിഞ്ഞാൽ അന്നേരവും കുറേ പേര് വന്ന് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് എൻ്റെ പരിപാടി. പക്ഷെ സത്യം ഇതാണ്. സത്യം അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ. എന്തായാലും മിക്കവാറും ഇനിയിപ്പോൾ ഫൈനൽ ആർക്ക് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ കുറച്ച് ആർക്ക് കഴിയുമ്പോഴത്തേനും എല്ലാം തീരുമ്പോഴത്തേനും സോറോ